ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായിട്ടൊരു എയിം ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ എയിം. അപ്പോൾ എയിം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ്മെൻറ്റും അതിനുള്ള അങ്ങനെ എൻജോയ്മെൻറ്റിനൊക്കെ വേണ്ടി കളയുന്ന ടൈമൊക്കെ ഒന്ന് ഒഴിവാക്കുക. എൻജോയ്മെൻറ്റൊന്നും തീരെ വേണ്ട, ഭയങ്കര സീരിയസ് ആയിട്ട് പഠനം മാത്രം അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി ടൈം കളയുന്നവർ. അങ്ങനെയുള്ളവർ ഒക്കെ എൻജോയ്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊരു 6-7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. ഇപ്പോൾ രാവിലെ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ട് രാത്രി പഠിക്കാതെ ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടിയാലേ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 6-7 മണിക്കൂർ നിങ്ങൾ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവണം, അത് ഉറപ്പ് വരുത്തണം. അപ്പോൾ രാത്രി ഉറങ്ങാതിരുന്ന് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിലിരിക്കാനും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ 6-7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ടത് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എന്തൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യാതൊരു ഇൻറ്റൻഷനും ഇല്ലെങ്കിൽ ആ ദിവസം വളരെ ലേസി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി ഓരോ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യാം. അതിന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് തയ്യാറാക്കുക. ഇന്നത്തെ ദിവസം ഞാനിതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് എടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഡെയിലി ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ചിലവരുണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സിലബസ് കാണുമ്പോൾ തന്നെ എനിക്കിതൊന്നും പറ്റില്ല അങ്ങനെ കരുതരുത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഞാൻ പഠിച്ച് ഈ സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. പിന്നെ പഠിക്കുന്നതിന് മുന്നേ മെഡിറ്റേഷനോ പ്രെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശീലമാക്കുക. പഠിക്കുന്നതിന് മുന്നേ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. PSCക്ക് പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടതെല്ലാം നമ്മൾ വായിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു സ്റ്റഡി പാറ്റേൺ നമ്മൾ തയ്യാറാക്കുക. ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോയിരുന്നു, ആദ്യം കിട്ടുന്ന ബുക്ക് ഏതാണോ അതിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ഒന്ന് നോക്കി, അപ്പോഴായിരിക്കും അടുത്ത ബുക്ക് ഇരിക്കുന്നതാണ്, അപ്പോൾ അതൊന്ന് നോക്കി അതിൽ മറച്ച് നോക്കി, അപ്പോൾ അടുത്ത ബുക്ക് കണ്ടു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അത് നല്ല ഒരു സ്റ്റഡി പാറ്റേണോട് കൂടിയിട്ട് നമ്മുടെ ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ പഠിക്കുന്നവരോട് നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം പഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പഠിച്ചു, എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പഠിക്കാൻ നോക്കും. ഇപ്പോൾ 1.5 മണിക്കൂറേ പഠിക്കുന്നുള്ളെങ്കിൽ പോലും അത് നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ സിലബസ് പറഞ്ഞു പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കണമെന്ന്. അപ്പോൾ ആ സിലബസിൽ നോക്കിയിട്ട് അതിൽ കൂടുതൽ മാർക്ക് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. എവിടെയോ കിടക്കുന്ന 1 മാർക്കിൻ്റെ പിന്നാലെ പോകാതെ കാണുന്ന പേപ്പേഴ്സും ബുക്കും അതെല്ലാം എടുത്ത് വായിക്കാതെ നമുക്ക്
നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ പദ്ധതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളൊരു കാര്യം പഠിച്ചു, എന്നിട്ട് പഠിച്ചതിന് ശേഷം പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്താണ്, നമ്മൾ അത്ര ശ്രദ്ധിച്ചല്ല പഠിച്ചിട്ടുള്ളത്, നമ്മളുടെ പഠിത്തം അത്ര എഫക്റ്റീവായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് എന്ന് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആകുന്നില്ല എന്നാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഉടനെ തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയല്ല വേണ്ടത്. പകരം എന്താണ് ചെയ്യേണ്ടത്, ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ബ്രെയിനിലൂടെ നമുക്കൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എല്ലാം ഓരോ പോയിൻറ്റ്സും അങ്ങനെ പറയണം എന്നല്ല പറയുന്നത്, എന്നാലും നമുക്കതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് പഠിച്ച കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തതിലേക്ക് പോകേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിനാണ് നമ്മളൊരു ദിവസം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇന്നൊരു കാര്യം പഠിച്ചത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കയറിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കാര്യം പഠിക്കുന്നതിന് മുമ്പ് അടുത്ത കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും റിവൈസ് ചെയ്യാനെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നതൊന്ന് റീകോൾ ചെയ്യാനായിട്ട് നോക്കുക. അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോവാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് പേര് ചെയ്യുന്നതാണ്, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വ്യഗ്രതയിൽ റിവിഷൻ എന്ന കാര്യം നമ്മൾ ഒഴിവാക്കിവിടും. ഇപ്പോൾ PSC പഠനത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ. പലരും കരുതുന്നത് റിവിഷൻ ചെയ്ത് കളയുന്ന ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, അത് അങ്ങനെ വിചാരിക്കുന്നത് വളരെ മണ്ടത്തരാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം ഇന്നോ നാളെയോ വേണ്ടിയിട്ടല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ഇന്നും നാളെയൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കാം. നമുക്ക് ഇതൊന്നും നാളെ ഉപയോഗിക്കാനല്ലല്ലോ, നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ആ ടൈമിലൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ബ്രെയിനിലത് കയറിയിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യണം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് തന്നെ പോകണം. പിന്നെ മറ്റൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലരുണ്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കും, പിന്നെ അതങ്ങ് വിടും. പിന്നെ പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ എക്സാം എടുക്കാറാവുമ്പോഴേക്കായിരിക്കും. അപ്പോൾ നമുക്കത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകെ ഒരു വെപ്രാളാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ആ കഴിഞ്ഞ ടൈമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ന് പഠിച്ചിട്ട് നാളെ ഇപ്പോൾ ശരിയാണ്, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ മനുഷ്യരല്ലേ, എല്ലാ ദിവസവും ഇങ്ങനെ പഠിച്ചോളാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് പഠിച്ചിട്ട് നമുക്ക് നാളെ മറ്റെന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾ അല്ലാതെ കൺസിസ്റ്റൻ്റായിട്ട് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.